ഡൽഹി തുർക്ക്മാൻ ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം. സയ്യിദ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗത്തെ ഒഴിപ്പിക്കലിനിടെയാണ് സംഘർഷമുണ്ടായത്. പുലർച്ചെയാണ് കയ്യേറ്റമൊഴിപ്പിക്കൽ നടന്നത്. പുലർച്ചെ 1:30 മണിക്ക്. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചിരികണ. ഐസൻ, ഈ തുർക്ക്മാൻ ഗേറ്റിൽ താമസിക്കുന്നവർ, അതൊരു ചേരി പ്രദേശമാണെന്നാണ് മനസ്സിലാക്കുന്നത്, അവിടെയുള്ളവർ നിയമം കയ്യിലെടുക്കുകയാണോ? തീർച്ചയായും കൃഷ്ണരാജ്, നിയമം കയ്യിലെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഗീയ സ്വഭാവമുള്ള ഒരു കലാപമായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡൽഹിയിൽ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ അധീനതയിലുള്ള ഒരു മോസ്കുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉയരുന്നത്. ഈ മോസ്കിൻ്റെ അതായത് ഏതാണ്ട് 20 സെൻറ്റോളം 0.195 ഏക്കർ ലാൻഡ്, അതായത് 20 സെൻറ്റോളം ഭൂമിയാണ് കൃത്യമായ രേഖകളുള്ളത്. ബാക്കിയുള്ളതെല്ലാം തന്നെ അനധികൃത നിർമ്മാണങ്ങളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ അനധികൃത നിർമ്മാണങ്ങൾ ഈ പള്ളിയുടെ ചുറ്റുമായി നടത്തുകയായിരുന്നു. അത് പല രീതിയിലുള്ള ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി മെട്രോ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നവംബർ 12, 2025 നവംബർ 12 ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധി വളരെ കൃത്യമായി പറയുന്നത് 3 മാസം സമയം PWDക്കും അതുപോലെ തന്നെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും നൽകുകയും ചെയ്തു. ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് നൽകിയ ആ സമയത്തിനുള്ളിൽ ഈ അനധികൃത നിർമ്മാണങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റണം. ഏതാണ്ട് 38,940 സ്ക്വയർ ഫീറ്റ്, അതായത് ചതുരശ്ര അടി ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയായുള്ളത്. അത്തരത്തിലുള്ള കയ്യേറ്റ ഭൂമിയെല്ലാം തന്നെ ഒഴിപ്പിക്കുന്നതിന് 3 മാസം സമയം അനുവദിച്ചത് നവംബർ 12. സ്വാഭാവികമായും ഈ ജനുവരി മാസം എത്തുന്നതോടുകൂടി അത് കൃത്യമായി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ നീക്കം നടന്നത്, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത്. പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി 18ഓളം ബുൾഡോസറുകളുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തിയപ്പോൾ അവർക്കെതിരെ ശക്തമായ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികളുമായും ഈ പള്ളിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെ ഈ ചേരി പ്രദേശത്തു നിന്നുള്ള ആളുകൾ തിങ്ങി നിറയുകയും പെട്ടെന്ന് കൂട്ടം കൂടുകയും അതിൽ ചിലർ ആക്രമണം നടത്തുകയുമാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനം നടത്തിയ ഒരു നീക്കത്തിൻ്റെ, അതായത് കയ്യേറ്റമൊഴിപ്പിക്കൽ നീക്കത്തിൻ്റെ ഏതാണ്ട് 40,000-ഓളം സ്ക്വയർ ഫീറ്റ് ഭൂമി കയ്യേറിയ ആ സാഹചര്യം അത് ഒഴിപ്പിക്കുന്നതിന് കൃത്യമായ രേഖകളുള്ളതിൽ തൊടാതെ ബാക്കിയുള്ളതെല്ലാം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ നടപടിയുടെ ഭാഗമായി എത്തിയപ്പോൾ അവർക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു. മാത്രമല്ല അവർക്കെതിരെ കൂട്ടം ചേർന്ന് കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഡൽഹി കലാപത്തിലൊക്കെ അത്തരത്തിലൊരു നീക്കമാണ് നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഒരു ഭീകര സ്വഭാവം ഇതിന് കൈവരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ ആക്രമണത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ രാത്രിയോടെയും ഇന്നലെയൊക്കെയായി പല ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച, അതായത് ഈ പള്ളിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അതുപോലെ തന്നെ നാട്ടിലുള്ളവർ, അത്തരത്തിൽ പ്രമുഖർ എല്ലാവരും തന്നെ ഈ പ്രശ്നവുമായി സഹകരിച്ച് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കം നടത്താനുള്ള ഒരു ഇടപെടലാണ് പോലീസ് നടത്തിയതെങ്കിൽ ആ പോലീസിൻ്റെ ഇടപെടലിനെ തീർത്തും എതിർക്കുന്നൊരു രീതിയിൽ കുറച്ച് പേർ, അതായത് കുറച്ച് അക്രമകാരികൾ പോലീസിനെതിരെ തിരിയുകയും ഈ ബുൾഡോസറുകൾ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥർക്കെതിരെ തിരിയുകയും ചെയ്തതോടെയാണ് കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. ശക്തമായ സൈനിക നീക്കം അല്ലെങ്കിൽ ശക്തമായൊരു ഫോഴ്സിൻ്റെ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എങ്കിൽ കൂടി കൃത്യമായ നീക്കം ഉണ്ടാകേണ്ട സാഹചര്യം അനിവാര്യമാവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ഉയരുകയും സ്വാഭാവികമായും ഇന്നലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് ധാരണയിലെത്തി ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ചില നീക്കങ്ങൾ നടത്തിയതാണ് ഗൗരവമേറിയൊരു വിഷയത്തിലേക്ക് നീങ്ങിയതും ഇത്തരത്തിലൊരു പ്രശ്നബാധിതമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. കൃഷ്ണരാജ്. ഐസൻ, ഈ ഒഴിപ്പിക്കലിന് മുൻപ് എന്തായാലും ഈ പ്രദേശവാസികളുമായി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാകാം. നിങ്ങൾ താമസിക്കുന്നത് കയ്യേറിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. കയ്യേറ്റം അനുവദിക്കാത്ത ഭരണകൂടമാണ് ഇവിടുത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്നിട്ടും കരുതിക്കൂട്ടിയുള്ള ആക്രമണം ഉണ്ടാവുകയായിരുന്നു. തീർച്ചയായും ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തന്നെയാണ് ഈ ഭൂമിയുടെ ആധാരമുള്ള ഭൂമി അല്ലെങ്കിൽ രേഖകളുള്ള ഭൂമിയും രേഖകളില്ലാത്ത ഭൂമിയും സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ കണ്ടെത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ സർക്കാർ ഭൂമി കണ്ടെത്തി സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് കൃത്യമായും ആ ഭൂമി സർക്കാരിൻ്റേതാണെന്ന് കോടതികളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നടപടികൾ സാധ്യമാവുകയുള്ളൂ. അതിന് ഹിയറിംഗ് ഉണ്ടാകും, അതുപോലെയുള്ള തുടർ നടപടികളുണ്ടാകും. അത്തരത്തിൽ ഓരോരോ നടപടികളുടെയും
പിന്നാലെയാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുക. തീർച്ചയായും ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാവും വ്യക്തിഗതമായി. അതായത് ആ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആ കെട്ടിടങ്ങളുടെ അഡ്രസ്സ് പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തി ലൈസൻസുകളോ മറ്റു സംവിധാനങ്ങളോ ആധാർ കാർഡോ ഒക്കെ ഉള്ളവർക്ക് കൃത്യമായി അവരാരാണെന്ന് കണ്ടെത്തി അവർക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ഈ നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുക. അത്തരത്തിലുള്ള നടപടികൾ, നിയമപരമായ നടപടികൾ ഒരു വശത്ത് നടക്കുകയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ പ്രശ്നം ഒരു സംഘർഷ കലുഷിതമാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത്തരം നീക്കങ്ങൾക്ക് രണ്ട് നീക്കങ്ങളും, അതായത് ഒരു സംഘർഷ കലുഷിതമാകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പോലീസ് നടപടികളും നിയമ നടപടികളും ഒരേ വശത്ത് പുരോഗമിക്കുകയും ചെയ്തുവെങ്കിൽ കൂടി ഇന്നലെ വരെ പ്രശ്നമില്ലാതിരുന്ന പ്രദേശത്ത് ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചപ്പോൾ ഒരു കലാപകലുഷിതമാക്കാനുള്ളൊരു നീക്കമാണ് നടന്നത്. തീർത്തും രാഷ്ട്രീയമായ ഒരു ചിന്ത അതിന് പിന്നിലുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുകളും പല അത്തരത്തിലുള്ള സംവിധാനങ്ങളിലെല്ലാം തന്നെ BJP ഭരണം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തീർത്തും ഇത്തരത്തിലുള്ള വിഘടനവാദികൾക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളെല്ലാം കൈയടക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കാലങ്ങളായി തന്നെ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയത്. 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് ഒരു പ്രത്യാക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ഇന്നലെ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാമെന്ന ധാരണയിലെത്തിയവർ ഇന്ന് സംഘർഷ കലുഷിതമാക്കാനുള്ളൊരു നീക്കം നടത്തിയത് തന്നെയാണ് ഇതിനൊരു ഭീകര തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടത് എത്തിക്കുന്നത്. അതായത് ഈ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും അത് അനധികൃതമാണെന്ന് ബോധ്യപ്പെട്ടാൽ എക്കാലത്തും ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഭരണകൂടമാണ് BJPയുടേത്. ഇതിപ്പോൾ വ്യക്തമാണ്, നിയമപരമായുള്ള ആക്ഷനാണ് നടപ്പിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. അപ്പോഴാണ് അതിനെ എങ്ങനെയും ചെറുത്തു തോൽപ്പിക്കണമെന്ന വാശിയോടെ മതമൗലികവാദികൾ അഴിഞ്ഞാടുന്നത്. ഈ BJP ഭരണകൂടങ്ങളുടെ നയം അത് കൃത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. തീർച്ചയായും കൃഷ്ണരാജി, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വൻതോതിൽ, അതായത് ഡൽഹിയുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം മാറ്റിവെച്ചാൽ ഉള്ളിലോട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയുടെ ഈ പ്രധാന കേന്ദ്രങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളാണ്. അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകമായുള്ളൊരു പ്രദേശമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നം പണ്ടേ തന്നെ ഉള്ളതാണ്. വലിയ തോതിലുള്ള ഒരു വിഷയവും കൂടിയാണിത്. അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഈ കയ്യേറ്റ ഭൂമികളിൽ, അതായത് ഡൽഹി സർക്കാരിൻ്റെ ഭൂമികളിൽ കയ്യേറിയതിന് ശേഷം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, കാലങ്ങളായി അവിടെ തുടരുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള കയ്യേറ്റ സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങളായി അവർക്ക് നൽകാനോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിത് നൽകുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വരുമാനം സർക്കാരിനില്ലാത്തൊരവസ്ഥയുണ്ടാകുന്നു. ആ ഒരു കാരണത്താൽ തന്നെയാണ് ഈ ഡൽഹി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ അങ്ങനെയുള്ള വിവിധങ്ങളായ സംവിധാനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഈ ഡെമോളിഷൻ ആക്ടിവിറ്റി ആരംഭിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് നിർബന്ധിതരാകുകയൊക്കെ ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ടാണ് ഈ കാര്യത്തെ പരിശോധിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വലിയ ചില നേതാക്കളുടെയും അതുപോലെ തന്നെ ചില വൻപൻ ബിസിനസ്സുകാരുടെയും കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ അതെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള, അതെല്ലാം ഒഴിവാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ വലിയ തോതിൽ പരാജയപ്പെട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു നീക്കം BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് BJPയാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം ഡൽഹിയിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ കയ്യേറ്റങ്ങൾ, അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഒഴിപ്പിച്ച് ജനജീവിതം കുറേ കൂടി സൗകര്യപ്രദമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഊന്നിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ പരിപാടികളും നടക്കുക. എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിക്കുന്നൊരു നീക്കം നിലവിലെ സാഹചര്യത്തിൽ ഒരു വർഗീയ സ്വഭാവത്തോടെ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു നീക്കം നടക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, UPയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലായാലും ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കത്തെ ഈ ഇസ്ലാമിക വിരുദ്ധ നീക്കമായി അതിനെ വ്യാഖ്യാനിച്ച് ഒരു വർഗീയ സ്വഭാവത്തോടെ അതിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു തന്ത്രമാണ് ഇവിടെയും പയറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയൊരു കലാപത്തിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും വലിയ തോതിൽ കല്ലേറും മറ്റും ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ പ്രശ്നം കുറേ കൂടി ഗൗരവമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഈ ഡൽഹിയിലെ കയ്യേറ്റ വിഷയങ്ങൾ വലിയൊരു വെല്ലുവിളിയായി തന്നെ ലോകം കാലങ്ങളായി രാജ്യം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഡൽഹി സർക്കാർക്ക് ഏറ്റെടുക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ പല തലത്തിലും വെള്ളം ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം അഴിഞ്ഞാടുകയാണ് മതമൗലികവാദികൾ. സയ്യിദ് ഇലാഹി മസ്ജിദിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഒഴിപ്പിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് DCP വ്യക്തമാക്കുന്നത്. പക്ഷേ ഒഴിപ്പിക്കാനെത്തുമ്പോൾ സംഘർഷമുണ്ടാക്കുന്നു, വലിയ പ്രശ്നമുണ്ടാക്കുന്നു. 5 പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു
മതമൗലികവാദികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.